അപ്പൊ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇനിയിപ്പോൾ ചെയ്തു തുടങ്ങാം. ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഈ ചാപ്റ്ററിന്റെ ആണെന്നുള്ളൂ, പക്ഷെ ബോയ്സ് വേഴ്സസ് ഗേൾസ് തന്നെയാണ്. ഓൾറെഡി ഇന്നലെ തോറ്റതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രതികാരം വീട്ടണം, റിവെഞ്ച് എടുത്തിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്, എല്ലാവരും നല്ല പവർ പാക്ക് ആയിട്ടിരിക്കുക, എന്നാലേ നമുക്കത് ഇന്ന് തോപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗേൾസ് വിട്ടുകൊടുക്കരുത്. യെസ്, ഞങ്ങൾ പയ്യെ ആണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് എത്തും ഗൈസ് എന്നും പറഞ്ഞിരിക്കുകയാണ് അവർ. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്നതാണ്. സോ എപ്പോഴും പറയുന്ന കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം പറയാൻ. ഇന്നലത്തെ പോലെ രണ്ടാമത് ചാൻസ് തരില്ല, ആ പറയുന്ന ടൈമിൽ എടുക്കും, നമ്മൾ ആ ആൻസറിനെ എടുക്കും. സോ എല്ലാവരും വായിച്ചു നോക്കാം. ഇന്നയാളെ വിളിക്കും എന്ന് പറഞ്ഞ് ഗേൾസിനെയാണല്ലോ വിളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ട, നിങ്ങൾക്കും അവസരം വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ബോയ്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മിസ് ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് വിളിക്കാം. മിക്സ്ചർ ഈസ് ഫോംഡ് വെൻ a substance react chemically, substance retain their properties, new substances are formed, elements lose identity. മിക്സ്ചർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇന്ന് പഠിച്ചതാണ് വിത്ത് ഡെഫിനിഷൻ. സോ ആര് പറഞ്ഞു തരും ബോയ്സില്? ജോയൽ. യെസ് ജോയൽ, എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ, substances react chemically. ഓക്കെ, ഗേൾസ്? Yes, Netra. Netra. ബി. B. Substances retain their properties. ആൻസർ നോക്കാം, ആർക്ക് പോകും? ഗേൾസിന് പോയി. ഓക്കെ, 1 മാർക്ക് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. കുറച്ചു നേരം കഴിയുമ്പോ ഇല്ലാത്ത കണക്കുകളും കൊണ്ട് വരുവര്, മാതിരി കണക്കുകളൊക്കെ കാണാം ചാറ്റ് ബോക്സിൽ. ഗേൾസിന് 7 ഉള്ളു, ബോയ്സിന് 12 ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരും. എനിക്കറിയില്ല എവിടെ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫോർ ഗേൾ. ഇനിയിപ്പോ എന്തൊക്കെയാ പോവാ? ഗേൾസിലേക്കല്ലേ പോവാ, കാരണം ബോയ്സിന് കൊടുത്ത ക്വസ്റ്റ്യൻ തെറ്റുമ്പോ എങ്ങനെയാ പോണ്ടേ? ബോയ്സിലേക്കോ? ബോയ്സിലേക്കോ അവസരം കൊടുത്തേക്കാം. ഓക്കെ, ദ കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ reacts chemically, lose their properties, can be separated, form a new element. Yes, ആദിൽ. ആദിൽ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു റിയാക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നു. യെസ്, വായിക്കുമായിരുന്നു. ഓക്കെ, വായിച്ചിട്ട് പറഞ്ഞാൽ മതി, ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഉത്തരം. യെസ്, ഒരു കോമ്പോണൻസ് ഓഫ് മിക്സ്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ട് കെമിക്കലി ആണോ, ലോസ് ദെയർ പ്രോപ്പർട്ടീസ് ആണോ, ക്യാൻ ബി സെപ്പറേറ്റഡ് ആണോ, ഫോം എ ന്യൂ എലമെന്റ് ആണോ? റിയാക്ട് കെമിക്കലി. യെസ്, അപ്പൊ ഗേൾസ് ആരെ വിളിക്കാം? ജീന. യെസ് ജീന. ഫോം എ ന്യൂ എലമെന്റ്, കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഓക്കെ, യെസ് ഗേൾസ് അല്ല ബോയ്സ്. ബോയ്സ് ഇനി അടുത്ത ആർക്ക് അവസരം കൊടുക്കും? ഗൂഗിൾ. 2 ഓപ്ഷൻ ഓൾറെഡി കളഞ്ഞു, ഇനി കുറച്ചേ ഉള്ളൂ. ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എല്ലാവർക്കും അവസരം തരുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഒരെണ്ണം തെറ്റിച്ചത് എടുക്കാൻ പറ്റുമോ? ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റും, നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നീ എന്തൊക്കെയാ ചോദിക്കുന്നത് ദൈവമേ? നീ ഉത്തരം പറ, വേറെ ഒന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. ഡി. ഗേൾസ്? അമ്മയാ. Can be separated. Since നമ്മൾ മിക്സ്ചർ സെപ്പറേറ്റ് പറ്റും. അതാണ്, ഞാനല്ല കേട്ടോ ഇതിന്, ഞാൻ അവരെ പുറകെ നിൽക്കുന്നു ഇവരെ പുറകെ നിൽക്കുന്നു പറയും. ഓക്കെ, ക്യാൻ ബി സെപ്പറേറ്റഡ്. വീണ്ടും ഗേൾസ് 2 മാർക്ക്, ബോയ്സ് എഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോം ആസ് എ ഡാഷ്. കോമ്പൗണ്ട് ആണോ, എലമെന്റ് ആണോ, ഹോമോജീനിയസ് മിക്സ്ചർ ആണോ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിഫോം മിക്സ്ചർ, നോൺ യൂണിഫോം മിക്സ്ചർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ടേംസ് അത് യൂസ് ചെയ്താലും പ്രശ്നമില്ല. യെസ്, ആര് പറഞ്ഞു? ഡാനിയൽ. ഞങ്ങൾ 0 നിൽക്കുകയാണ്, നിന്നിലാണ് പ്രതീക്ഷ. ഉത്തരം പറ. കോമ്പൗണ്ട്. ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോംസ് എ കോമ്പൗണ്ട് അല്ലേ? യെസ് ഗേൾസ്. ഇഷാൽ. യൂണിഫോം മിക്സ്ചർ ആണ്, അതായത് ഇതിലേത് വരും യൂണിഫോം എന്ന് പറഞ്ഞ? അതായത് ഹോമോജീനസ് ആണോ ഹെറ്ററോജീനസ് ആണോ? പേര് ഓർമ്മ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ.
ഹോമോ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഹോമോ. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ യൂണിഫോം നോൺ യൂണിഫോം തരാനേ ചാൻസ് ഉള്ളൂ. സിലബസിൽ അങ്ങനത്തെ ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഹോമോ അറിഞ്ഞിരിക്കണം. ഹോമോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആണ്. സോ ഗേൾസ് 3, ബോയ്സ് ഞാനല്ല ഇതിന്റെ പുറകില്. അടുത്തത് അതെ. നെക്സ്റ്റ്, a pure substance contain. Pure substance എന്തുണ്ടാകും? Only one kind of particle. Different kinds of particles. Both elements and mixtures. Only gases. Okay, ആരോഗ്യം. A. Only one kind of particles. നോക്കട്ടെ ഉത്തരം. ഒരെണ്ണം ഞങ്ങൾ ഓക്കെ മാർക്ക് കള്ളത്തരം മാർക്ക് ചെയ്യരുത് കേട്ടോ. യെസ്, അപ്പൊ 3-1 ആയിട്ടുണ്ട്. ബോയ്സിന് വേണ്ടി ഒരാൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എലമെന്റ്. ഈ ക്വസ്റ്റ്യൻ ഗേൾസിലേക്ക് പോവാണ്. ഇതിൽ ഏതാണ് എലമെന്റ്? ഹന്ന, ഏതാ ഇതിൽ എലമെന്റ്? സോൾട്ട് ആണോ, വാട്ടർ ആണോ, ഓക്സിജൻ ആണോ, ഷുഗർ ആണോ? യെസ്, എന്താണ്? ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 4-മത്തെ ഷുഗർ. ഷുഗർ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അടുത്ത ആളെ വിളിക്കാം നമുക്ക്. ബോയ്സ്, വിനായക് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഓക്സിജൻ ആണ് കേട്ടോ. ഹന്ന, എലമെന്റ് ആണ് ചോദിച്ചത് മിസ്. എലമെന്റ്, കോമ്പൗണ്ട് അല്ല, എലമെന്റ്. ചെറുതാക്കാൻ പറ്റില്ല. ഷുഗറിന് പിന്നെയും കട്ട് ചെയ്ത കാർബൺ കിട്ടും, ഹൈഡ്രജൻ കിട്ടും, ഓക്സിജൻ കിട്ടും. ലൈക്ക് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ഹീറ്റ് ചെയ്തിട്ട് ഒരു ബർണറിലൊക്കെ വെച്ച് കത്തിക്കുമ്പോൾ കരി വരും എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാ. യെസ്, ഷുഗറിനെ. യെസ്, അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഓക്സിജൻ ആയിരുന്നു ആൻസർ. ഇപ്പൊ ബോയ്സിന് 2 ആയിട്ടോ. കള്ള മാർക്കുകളൊന്നും ആഡ് ചെയ്യണ്ടായിരുന്നു. യെസ്. നെക്സ്റ്റ് ഫോർ ഗേൾസ്, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ a physical combination, chemical combination, only mixing, heating mixtures. ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഗേൾസ് അനന്യ, ഞാൻ എങ്ങനെ ഉണ്ടാക്കണം ഒരു കോമ്പൗണ്ടിനെ? യെസ്, പറഞ്ഞോടാ. ഫിസിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, ഫോർ ബോയ്സ്. ചിരിക്കണ എന്തൊരു മനസ്സാടാ ഒരാൾ തെച്ചു പറയുമ്പോ ഇത് എന്റെ ജയം എന്നൊക്കെ പറത്തരം. കെമിക്കൽ കോമ്പിനേഷൻ. ഓ മൈ ഗോഡ്, കെമിക്കൽ ആയിരുന്നു കേട്ടോടാ. ഇപ്പൊ ടൈ ആയി. ഇനി ആര് ടൈ ബ്രേക്ക് ചെയ്ത് നോക്കാം. യെസ്, ബ്രാസ് ഈസ് എ. ബ്രാസ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ, എലമെന്റ് ആണോ, കോമ്പൗണ്ട് ആണോ, അലോയ് അല്ലെങ്കിൽ മിക്സ്ചർ? ഏത് വേണമെങ്കിലും പറയാം. ബോയ്സിലല്ല, ധനഞ്ജയ്ക്ക് പോയാലേ. ഇനിയിപ്പോ ഗേൾസിലേക്ക് ഹരിനന്ദ. യെസ്, പ്യുവർ സബ്സ്റ്റൻസ് അല്ല, തെറ്റിപ്പോയി. യെസ്, അടുത്ത ആരെ വിളിക്കും? ചാരു യെസ് പറയുന്നുണ്ട്. ഓരോരുത്തരെ തെറ്റുമ്പോ മറ്റവർക്ക് സന്തോഷം. എന്തൊരു സന്തോഷം. എന്നിട്ട് തെറ്റിക്കരുത്. ഉത്തരം പറ. കോമ്പൗണ്ട്. അടിപൊളി. അന്ന് അടുത്ത ആളെ വിളിക്കാം. യെസ്, നന്ദമാല. അയ്യോ മാഡം, നമ്മള് തുടങ്ങണം. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് തുടക്കം. പറ. ഇന്നലെ വരെ കോമ്പൗണ്ടായിരുന്നു. പറഞ്ഞോ. അടിപൊളി. ബോയ്സ്. അല്ല, തെറ്റാണ് ഉത്തരം. അടുത്താണ്. അതും തെറ്റാണ്. ഉദിത്ത് ഇനിയിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആ മാർക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യും. പിന്നെ അതെ, ഇത് കൂട്ടില്ല. എല്ലാരും തെറ്റ് പറഞ്ഞു. ഞാൻ തരാം, നിനക്കുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ. കോപ്പറും സിങ്കും കൂടെ ചേർന്നിട്ടുള്ള അലോയ് ആണ് മക്കളെ. തെറ്റിപ്പോയി, എല്ലാരും തെറ്റിപ്പോയി. മാർക്കേ പോയി. അതില് 3 ഓപ്ഷനും പറഞ്ഞിരിക്കുന്നു. കാർത്തിക്കിന് അപ്പോഴാണ് സന്തോഷമായത്. യെസ്, അപ്പൊ 3-3 തന്നെയല്ലേ നിൽക്കുന്നേ? യെസ്, മിക്സ്ചർ ആണ്, അലോയ് ആണ് കേട്ടോ. കോപ്പറിന്റെയും
സിങ്കിന്റെയും ഓർത്ത് വെച്ചേക്ക് കേട്ടോ മക്കളെ. ബ്രാസ് എന്നൊക്കെ പറയുന്നത്, ബ്രോൺസ്, ഇപ്പൊ ഒളിമ്പിക്സിലൊക്കെ പോകുമ്പോൾ ബ്രോൺസ് മെഡൽ എന്നൊക്കെ പറയുകയാണില്ലേ, അതൊക്കെ ആക്ച്വലി അലോയ്സ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് അയേണിന്റെയും കോപ്പറിന്റെയും ഒക്കെ വരുന്ന ഒരു മിക്സ്ചർ ആണ്, അതുകൊണ്ടാണ്. യെസ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, മിനറൽസ് ആർ മോസ്റ്റ്ലി, ഡിഫിക്കൽട്ട് ആയിട്ട് വരികയാണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിക്സ്ചർ ആണോ, പ്യുവർ സബ്സ്റ്റൻസ് ആണോ, കോമ്പൗണ്ട് ആണോ, എലമെന്റ്സ് ആണോ? ജോഷുവ, വാ നമുക്ക് തുടങ്ങാം. യെസ് ജോഷുവ, എന്തായിരിക്കും മിനറൽസ്? മിക്സ്ചർ. ഓക്കെ, മിക്സ്ചർ ആണ് ജോഷുവ പറയുന്നു. സോ നമുക്ക് ഗേൾസിന് ഒരു അവസരം കൊടുക്കാം. മരിയ. ഓക്കെ, ആൻസർ ഏതാണെന്ന് നോക്കട്ടെ മിസ്. മരിയ കറക്റ്റ് ആണ്. ഓക്കെ, മിനറൽസ് ആർ മോസ്റ്റ്ലി കോമ്പൗണ്ട്സ്. മിനറൽസിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ പഠിക്കാനുള്ളതാണ്. മിനറൽസ് ആർ മോസ്റ്റ്ലി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. കോട്സിന്റെയും കേസൊക്കെ വരുന്നത്. സോ ഗേൾസ് ഇപ്പൊ ടൈം ബ്രേക്ക് ചെയ്ത് ഒരു പോയിന്റ് കൂടുതൽ കിട്ടി. ദാറ്റ് മീൻസ് 4-3 ആണ് നിങ്ങൾ. യെസ്, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുന്നവർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Mixtures whose components can be seen separately are called homogeneous, uniform, heterogeneous, pure substances. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. സയൻസ്. എന്താണ് ആൻസർ? മിക്സ്ചേഴ്സ് കാണാൻ പറ്റുകയാണെങ്കിൽ വെരി ഗുഡ്. കാണാൻ പറ്റുന്നത് നോൺ യൂണിഫോം, ഹെട്രോജീനസ്. യെസ്, അപ്പൊ 4-4 ആയിട്ടുണ്ട് മക്കളെ മാർക്ക്. കാർത്തിക്കിന്റെ കഥകളി അവിടെ ഉണ്ട്. ഓരോരുത്തർക്കും മാർക്ക് കിട്ടുമ്പോൾ അവരുടെ സന്തോഷം കാണണേ. യെസ്, അടുത്തത് ഇനി നമ്മള് ട്രൂ ഓർ ഫോൾസിലേക്ക് പോവാണ്. ഓക്കെ, ഇതും തെറ്റിക്കരുത്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫോർ ഗേൾസിലേക്ക് ആയിരിക്കും. എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്. അൽത്തിയ ഉണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റില്ല, നേരത്തെ കേൾക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ലല്ലോ. ഹെഡ്സെറ്റ് മാറ്റിയായിരിക്കും. എനിക്ക് തോന്നി. യെസ്, കളർ മാറിയപ്പോ മനസ്സിലായി. പറഞ്ഞു. ഫോൾസ്. യെസ്, 1 മാർക്ക്. അപ്പോ എത്രയായി? 5-4 ആയിട്ടുള്ളൂ. യെസ്, അടുത്തത്. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് ഓൺലി 1 എലമെന്റ്. ആര് പറഞ്ഞുതരും? ഉദിത്. നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ പോയി പോയതാണ്. ഇപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞു. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് ഓൺലി 1 എലമെന്റ്. ഞാൻ ആലോചിക്കട്ടെ. മിണ്ടരുതാരും. കോൺസെൻട്രേറ്റ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. കിട്ടിയോ? ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് മനസ്സിൽ വിചാരിക്കും, അപ്പൊ ഉത്തരം കിട്ടും. യെസ്, എന്താണ് ഉത്തരം? ഫോൾസ്. ഓക്കെ, നോക്കാം. അതാ പറഞ്ഞ ഒരു കോമ്പൗണ്ട് മനസ്സിൽ വിചാരിച്ചു. H2 ആലോചിക്കാം. ടൈ ആയി വീണ്ടും 5-5. കഥകളി കാർത്തിക്കിന്റെ കഥകളി. അത് സോർട്ട് ചെയ്ത് കാണിച്ചു തരും. സ്റ്റീവനും ഉണ്ട്. അത് ഡപ്പാങ്കൂത്താണ്. ഓരോന്നുണ്ട്. യെസ്, അടുത്തത്. Compounds always have fixed chemical composition. Yes, for girls-ലേക്കല്ലേ പോവാ? ഇശാൽ. Compounds always have a fixed chemical composition. ഞാനൊന്ന് ആലോചിക്കട്ടെ. മാർക്ക് എങ്ങാനും പോയി ഇവരുമാരടിച്ചെന്നെ തല്ലും. കിട്ടിയില്ല. ടൈം പോകുന്നു. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഒരു ഉത്തരം പറഞ്ഞു നോക്കോ. ഫോൾസ്. ഓക്കെ, എന്തായാലും ഇപ്പൊ അടുത്താളെ വിളിച്ചിട്ട് അതന്നെയല്ലേ പറയുള്ളൂ. തെറ്റിപ്പോയി. മാർക്ക് അവർക്കായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അവർക്ക് പോയി ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. യെസ്, അടുത്തത്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് ഈസ് എ മോളിക്യൂൾ. യെസ്, ഫോർ ബോയ്സ്. വേദ്. മാർക്ക് കിട്ടണ്ടേ? വേഗം പറ ഉത്തരം. ഇല്ലെങ്കിൽ നിന്റെ അഡ്രസ് വെച്ച് വരും അവര്. കഥകൾ കളിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ. ഫോൾസ്.
യെസ്. അപ്പൊ ആൻസർ ശരിക്കും എന്തായിരിക്കും? സ്മോളസ്റ്റ് പാർട്ടിക്കിള് ആറ്റം. യെസ്, വെരി ഗുഡ്. ഞങ്ങൾക്കറിയാം ബോയ്സ് ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് 6 ആയി മക്കളെ. യെസ്. അടുത്തത് വാട്ട് ആർ കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ? ഇന്ന് പഠിച്ചതാണ്, ഇപ്പൊ പഠിച്ചതാണ്. ആര് പറഞ്ഞുതരും എന്താണ് കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ? ഗേൾസ്. നന്ദബാലയ്ക്ക് അറിയാം. എന്താണ് അതല്ല ഇതിന്റെ ആൻസർ പറഞ്ഞത്. എന്താണ് കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മിക്സ്ചറിന്റെ കോമ്പോണൻസ്. യെസ്, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്, ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മളെ കോമ്പോണൻസ് എന്ന് പറയാം. സോ 6 ആയല്ലേ? യെസ്, 6 ആയി. വീണ്ടും ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പറഞ്ഞില്ല. 7-6 ആയി. ഓക്കെ, മാർക്ക് കൂടുതലുണ്ട്. ബോയ്സ് ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. 7-6 ആയി. യെസ്. വൈ ഡു കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ നോട്ട് റിയാക്ട് കെമിക്കലി? വിനായക്. എന്തുകൊണ്ടായിരിക്കും കോമ്പോണൻസ് ഓഫ് മിക്സ്ചർ കെമിക്കലി റിയാക്ട് ചെയ്യാത്തത്? Components of a mixture do not react chemically because each substance retains its properties. അപ്പൊ അവര് റിയാക്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുന്നുള്ളേ, റിട്ടൈൻ ചെയ്ത് നിൽക്കും. ദാറ്റ്സ് ഇറ്റ്. യെസ്, അത് തന്നെ. ദേ ആർ ഫിസിക്കലി കമ്പൈൻഡ് ആണ്, കെമിക്കലി ബോണ്ട് അല്ല, റിട്ടൈൻ ചെയ്തും. അത് തന്നെ കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്, വീണ്ടും നമ്മൾ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. സോ 8 ആയിട്ടുണ്ട്. ഗേൾസ് 6 ആയിട്ടുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യനിൽ ഒക്കെയാണ് ഇനി ഇത് വരുന്നത് മെയിൻ. Then, what do you mean by metalloids? ഓർമ്മയുണ്ടോന്നാവോ മെറ്റലോയിഡ്സ് ഒക്കെ? യെസ്, ആരെ വിളിക്കും? ദിയ ഓർമ്മയുണ്ടോ മെറ്റലോയിഡിനൊക്കെ? മെറ്റലോയിഡ്. സ്റ്റീവ് ഡാൻസ് കളിക്കാറില്ല. കിട്ടരുതെന്ന് പ്രാർത്ഥിക്കണം ഇവരൊക്കെ നിന്ന്. അതാണ് കിട്ടാത്തത്. ചുറ്റും ഇങ്ങനെ കൂടോത്രൊക്കെ ചെയ്യേണ്ടവരെടുത്തരും. കിട്ടരുത് എന്തെങ്കിലും ഞങ്ങക്ക് ജയിക്കണം. ഇല്ല, ഓർമ്മയോ വരുന്നില്ല മെറ്റലോയിഡ്സ്. പോട്ടെ, സാരില്ല, മാർക്കല്ലേ, കളഞ്ഞേക്ക്. യെസ്, ബോയ്സ്. പ്രണവിന് ഓർമ്മ വരുന്നുണ്ട് മെറ്റലോയിഡ്സിനൊക്കെ. യെസ്, പറഞ്ഞോടാ. Metalloids are things which has the properties of solid and liquid. സോളിഡ് ആൻഡ് ലിക്വിഡ് അല്ലടാ, തെറ്റിപ്പോയി. പ്രണവിന്റെ അഡ്രസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും സ്ക്രീനിൽ. അവിടെ പോയി അവര് എഴുതല്ലേണ്ടത്, എന്നെയല്ല. ഹരിനന്ദ. പ്രണവും ആരുടെ ക്ലാസ്സിലാണോ? സ്റ്റീവിന്റെ ക്ലാസ്സിലല്ലേ? സ്റ്റീവ് തീരുമാനമാക്കിക്കോളൂ. കിട്ടോളാ നിനക്ക്. വല്ലതും ഓർമ്മ വരുന്നുണ്ടോ മെറ്റലോയിഡ്സിനെ? Metalloids are the substances which have the characters of metals and non-metals. ഓക്കെ, പ്രണവ് ഓർമ്മ വന്നോ? മെറ്റൽസിന്റെ നോൺ മെറ്റൽസിന്റെ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ. വെരി ഗുഡാ. അപ്പൊ ഗേൾസ് 7 ആയിട്ടുണ്ട്. 7-8. ഒരു മാർക്കിലാണ് ഇപ്പോഴും വ്യത്യാസം. ഞങ്ങൾ എത്തും. അവരെ സുഖിപ്പിക്കണമല്ലോ. യെസ്, എന്നാലേ എനർജി വരണുണ്ടോ. യെസ്. അപ്പൊ ദാറ്റ് ഹാവ് പ്രോപ്പർട്ടീസ് ബോത്ത് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിരിക്കും. സെമി മെറ്റൽസ് എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, അപ്പൊ ഇത് ഓർമ്മ പുതുക്കലും കൂടെയാണ്. നെക്സ്റ്റ്, ഇത് ആലോചിച്ച് നോക്കി. 3 ആപ്ലിക്കേഷൻ ആണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. യെസ്. യു മിക്സ് സാൻഡ്, സോൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ഒരു ബീക്കർ എടുത്തു, സാൻഡ് ഇട്ടു, സോൾട്ട് ഇട്ടു, വാട്ടർ എടുത്തു. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു സെപ്പറേറ്റ് ഓൾ 3 കോമ്പോണൻസ്. ഇത് നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഇച്ചിരി തിങ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, തിങ്കിങ് ലെവൽ, ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന ആലോചിക്ക് ഉത്തരം പറയേണ്ടതാണ്. അപ്പം നോർമലി അറിയാൻ പറ്റും. ആര് പറയും? അല്ല, ഗേൾസ് അല്ലേ ഇപ്പൊ പറഞ്ഞതായിരുന്നു. എന്താ അപ്പൊ ഇനി ബോയ്സിലല്ലേ വേണ്ടോ? പിന്നെ ശരിയാക്കിയാണ്. ഞാൻ പറയും. ഓക്കെ, പറഞ്ഞോ.
ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫിസിക്കലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മിക്സ് ആ ആലോചിച്ച് നോക്കിയടാ. അപ്പൊ സാൻഡും വാട്ടറും ആണ്, അത് നീ എന്ത് ചെയ്യും? ഓക്കെ, ഫിൽട്ടർ ചെയ്തെടുക്കും. അത് തന്നെ. യെസ്. സോൾട്ടിന് വേറെ മെത്തേഡൊന്നും ഓർക്കുന്നില്ലേ നീ? ആ അത് തന്നെ, അത്രേ ഉള്ളൂ. ഹീറ്റ് ചെയ്താൽ മതി. നമ്മളുടെ ഉപ്പ് സത്യാഗ്രഹം ഓർത്താൽ മതി. അത് തന്നെ, ഇവാപറേറ്റ് ചെയ്ത് കളയാ. നമ്മൾ പഠിച്ചോളാം, ഇവാപറേഷൻ പഠിച്ചതല്ലേ. യെസ്. അപ്പൊ ഫിൽട്ടർ ടു റിമൂവ് സാൻഡിനെ റിമൂവ് ചെയ്ത് കളയാ, ദെൻ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾട്ട്, ദെൻ ലാസ്റ്റ് നമുക്ക് വാട്ടർ കിട്ടും. ഓക്കെ ആണല്ലോ? കുഞ്ഞു കുട്ടികളുടെ ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഞാൻ ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് ആലോചിച്ചെടുത്താൽ മതി. യെസ്. എനിക്ക് കാർത്തിക്കിന്റെ ഡാൻസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ആവട്ടെട്ടാ, എന്നെ നോക്കി വെച്ചിട്ടുണ്ടടാ. അടുത്തത് for girls. A student mixes oil and water and notices that they form separate layers. Why? ഇത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആണ്. ഋഷിക ഉത്തരം പറഞ്ഞു കൊടുക്ക്. അവർക്ക് 9 മാർക്സ് ആയി. ഡെൻസിറ്റി അത് തന്നെ. അപ്പൊ ലെസ് ഡെൻസർ ആരാ? യെസ്, അത്രേ ഉള്ളൂ. കറക്റ്റ് ആൻസർ ആണോ? വെരി ഗുഡ്. ഓ, ഞങ്ങൾ തൊട്ട് പിറകില് ഉണ്ട്. Okay, because the mixture is heterogeneous and the oil is less denser than water, so it floats and does not dissolve. നമ്മുടെ തേർഡ് ചാപ്റ്ററുമായിട്ടും കൂടെ റിലേഷൻ ഉള്ളത്. ഈ മൊത്തം ചാപ്റ്റേഴ്സ് ഫുൾ കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇതിൽ നിന്ന് മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എത്ര മാർക്കായി ഇപ്പോ? 8ഉം 9ഉം ജസ്റ്റ് പുറകിലാണ്. യെസ്, നമ്മുടെ യെസ്. ഇനി ആലോചിക്കട്ടെ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, അസേർഷൻ പറയുന്നത് ഷുഗർ ആൻഡ് വാട്ടർ ഫോംസ് എ ഹോമോജീനസ് മിക്സ്ചർ. റീസൺ പറയുന്നത് ഷുഗർ പാർട്ടിക്കിൾസ് കാനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി ഈവൻ വിത്ത് എ മൈക്രോസ്കോപ്പ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം മിക്സ്ചർ കേട്ടോ. യെസ്. അപ്പോൾ അസേർഷൻ നോക്കുക, റീസൺ നോക്കുക, കറക്റ്റ് ആണോ തെറ്റാണോ, എക്സ്പ്ലനേഷൻ ആണോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. സോ ആർക്കായിരുന്നു ക്വസ്റ്റ്യൻ പോവാ? വോയിസ് കാർത്തിക്കിന്റെ ഡാൻസ്. ഓക്കെ, പറഞ്ഞോ. A is true but R is false. Okay, yes. A is true and R is false എന്ന് പറയാം അല്ലേ? യെസ്, ഓർമ്മിച്ച്. മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റില്ല പറ്റൂല എന്നാ പറയണത്. A and R are two and R is the correct reason of A. യെസ്, അങ്ങനെയാണ്. ശരി, കണ്ടോ? ശരിക്കും നിനക്ക് അവസരം തരരുത്. ശരിക്കും അവസരം തരാൻ പാടില്ലാത്തതാണ്, എന്നാലും പോട്ടെ. യെസ്, അപ്പൊ രണ്ടും ട്രൂ ആണ്. എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. യെസ്, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഗേൾസ്. കളയരുതിട്ടോ, ഒരു മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അസേർഷൻ പറയുന്നത് മിക്സ്ചേഴ്സ് ഡു നോട്ട് ഹാവ് ഫിക്സ്ഡ് കോമ്പോസിഷൻ. ഓക്കെ, മിക്സ്ചേഴ്സ് എന്ന് പറയുന്നതിന് ഡെഫിനറ്റ് കോമ്പോസിഷൻ ഇല്ല എന്നാണ് പറയുന്നത്. റീസൺ പറയുന്നത് their components can be present in any ratio. യെസ്. ആര് പറഞ്ഞുതരും? ജീന. എ ഫോൾസ് ആണ്. മിക്സ്ചേഴ്സിന് കോമ്പോസിഷൻ ഉണ്ടെന്നാണ് അപ്പൊ പറയുന്നത്. അപ്പൊ കോമ്പോണൻസിനെ നമുക്ക് റേഷ്യോയിലായിരിക്കും കാണാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, ബോയ്സിലേക്ക് പോവാം. ഓക്കെ, എ ട്രൂവും ആറ് ഫോൾസും ആണ് ജീന പറയുന്നത്. സോ ബോയ്സ്, സയൻസ് ഇങ്ങനെ ആലോചിച്ചൊക്കെ വേണോ? എന്ത് പറയുന്നത്? യെസ്, പറഞ്ഞോ. എന്താണ് ഉത്തരം വരാ? എ ട്രൂ. ട്രൂ എക്സ്പ്ലനേഷൻ ആണോ? ആണ്. യെസ്, ഉത്തരം ശരിയാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ ചാൻസ് മറ്റേ ആൾക്കും കൊടുത്തിരുന്നു. 2-3 അങ്ങനെ ചോദിച്ചു. എന്നിട്ടാണ് ഞാൻ ബോയ്സിന്, അതെ ഗേൾസിനും നമ്മൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. അതെ, ഇതിൽ പാർഷ്യാലിറ്റി ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, കളയരുതിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. ഓക്കെ, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളിങ്ങനെ പറയരുതായിരുന്നു. എനിക്ക് വിഷമമുണ്ട്. ഇന്നലെ പറഞ്ഞു ഞാൻ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന് പറയുന്നു ഞാൻ ബോയ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറയാവോ നിങ്ങൾക്ക്? മാർക്ക് എവിടെ കിട്ടുന്നോ അവർക്ക് ഞാൻ കൈയടിക്കും. ദാറ്റ്സ് ഇറ്റ്. യെസ്, അപ്പൊ നമ്മൾ 2 മാർക്കിന് അവര് മുന്നിലെത്തി. 10 ആയി
ഗേൾസ് 8 ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യും, ബോയ്സിന്റെ സെലിബ്രേഷൻ സ്പോട്ട് ചെയ്ത്. അതെ, അതാണ് സെലിബ്രേഷൻ. സ്പോട്ട് ചെയ്ത് അതെ, ഓരോരുത്തരെയും നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഞങ്ങൾ 10 മാർക്സ് കിട്ടിയതിന്റെ സന്തോഷം ആഘോഷിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് 2 മാർക്കിന് തോക്കരുതിട്ടാ. അപ്പൊ കാണിക്കും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് സെലിബ്രേഷൻ കാണിച്ചു കൊടുക്കാൻ. യെസ്, ഞങ്ങൾ 10 മാർക്കിലേക്ക് എത്തിയാണ്, ടോപ്പ് 10 എന്നൊക്കെ പറഞ്ഞോളൂ. 10 ഇല്ല, ഞങ്ങൾ ഇപ്പൊ കാണിക്കില്ല. ഓക്കെ, നമുക്ക് അത് സർപ്രൈസ് ആയിട്ട് കാണിക്കാം. 11 ആയിരുന്നോ ഇവരൊക്കെ? ഞങ്ങളറിഞ്ഞില്ലല്ലോ, 10 ആയിരുന്നല്ലോ. ആയോ 10 11 ഗേൾസ് അവർ 11 ആയിന്ന് പറയുന്നു. അല്ല, അത് നന്ദവാല തറപ്പിച്ചു പറയുന്നു. എന്തായാലും ഒരു മുന്നിലാണ്, അതെനിക്കറിയാം 2 മാർക്കിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇത് വേണ്ട, നമുക്ക് ഇത് ആൻസർ ഇപ്പൊ തന്നെ കണ്ടുപോയി നിൽക്കാം. യെസ്, അസർഷൻ എലമെന്റ്സ് cannot be broken down by chemical methods. ഓക്കെ, എലമെന്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ആൻഡ് റീസൺ പറയുന്നത് ദേ ആർ മേഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്. യെസ്, ആര് പറഞ്ഞുതരും? ജോയൽ മാർക്ക് കളയരുത്, ഉത്തരം പറഞ്ഞു കൊടുക്കടാ. എന്താണ് വരാ? കറക്റ്റ് ആണോ അസർഷൻ? അസർഷൻ ട്രൂ ആണ്. ഓക്കെ, റീസണോ? ഫോൾസ് ആണ്. അപ്പൊ അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. ശരിയാണ് കേട്ടോ. യെസ്, എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ്. അപ്പോ ഞങ്ങൾക്ക് 12 ആയി എന്ന് ഇവര് പറയുന്നു. എനിക്ക് വയ്യ, ഇത് ഇടിയാവൂര് തമ്മില്. ഡിഫറൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഓ, ഇത്തിരി വലുതാണ്, എന്നാലും അറിയാവുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, യെസ്, ഗേൾസ്. അൽത്തിയ അറിയാവുന്ന പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, എലമെന്റ്സിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കോമ്പൗണ്ട്സ് ആണെങ്കിലോ? ഓക്കെ, ഇൻ കെമിക്കൽ മെത്തേഡ്സ്. ഓക്കെ ആണ്. Elements are made up of atoms. യെസ്. Compounds are made up of elements. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ മറ്റേ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് ആണ്. ഇത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ് ഒക്കെ വരാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഓൾറെഡി മാർക്ക് കിട്ടി, ഇനി എക്സ്ട്രാ ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കാനാണ്. ഗേൾസ്, ബോയ്സ് എന്ന് വിചാരിക്കേണ്ട, അറിയാവുന്നവർ പറഞ്ഞു. എന്തായാലും മാർക്ക് കിട്ടി അവർക്ക്, ഒരുപാട് പറഞ്ഞു അവർ. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞോ. യെസ്, എന്തൊക്കെ അറിയാം? എന്ത്? രണ്ടും പ്യൂർ സബ്സ്റ്റൻസാ. ഭാഗ്യം ചോദിച്ചില്ല, മാർക്ക് പോയിരുന്നല്ലേ. രണ്ടും പ്യൂർ സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എലമെന്റ്സും കോമ്പൗണ്ട്സും. ധൻജയ്ക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ പറയാൻ? വെരി ഗുഡ്, അടിപൊളിയാണ്, അടിപൊളി കേട്ടോ. യെസ്, അടിപൊളി ആൻസേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ മാർക്ക് കൊടുക്കില്ല, അറിയോന്ന് ചോദിച്ചതല്ലേ? മീൻസ് കുറച്ചധികം ഉണ്ടെങ്കിൽ 2-3 എണ്ണം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിരുന്നു, അതെ ഞാൻ പറഞ്ഞത്. ഗേൾസ് അങ്ങനെയല്ല, ഓൾറെഡി അവർ പറഞ്ഞിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ എക്സ്ട്രാ എന്ന് ചോദിച്ചതേ ഉള്ളൂ ഞാൻ. യെസ്, അപ്പോൾ എലമെന്റ്സ് ആർ സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 1 കൈൻഡ് ഓഫ് ആറ്റം ആണ്. അതിനെ ബ്രോക്കൺ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ആൻഡ് എക്സ്ട്രാ ഇതില്ലാത്ത പോയിന്റ് ആണ് നമ്മുടെ ധൻജയ് പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. യെസ്, കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 or more elements. Compounds consist of 2 or more different elements chemically combined. Then compounds can be broken down ചെയ്യാൻ പറ്റും. വിത്ത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? ഇതിലില്ലാത്തതാണ് നമ്മുടെ ധൻജയ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. ആരാണ് ധൻജയ്? യെസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വിജയികളായിട്ടുള്ളത് നമ്മുടെ ബോയ്സ് ആണ്. ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നിനി ഞാൻ മാറിയെന്ന് പറയും. ഓക്കെ, എനിക്ക് ആര് ജയിച്ചാലും ഞാൻ അതിനൊപ്പം എൻജോയ് ചെയ്യും. നിങ്ങളും എൻജോയ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് അല്ലേ, അത്രേ ഉള്ളൂ.
യെസ്, നമ്മുടെ കുട്ടികൾ എല്ലാവരും നമ്മുടെ പിള്ളേർ. ഇന്നലെ നമ്മൾ ജയിച്ചു, ഇന്ന് ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു എന്ന് മനസ്സിൽ വേണമെങ്കിൽ വിചാരിച്ചു, അങ്ങനെ സന്തോഷിക്കാം. പക്ഷെ ബോയ്സ് നമ്മൾ കഷ്ടപ്പെട്ട് വിജയം. അതെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് കൂടോത്രം ചെയ്യുന്നുണ്ട്. കുറെ പേര് കെഞ്ചി വാങ്ങിച്ചു, എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. ഓക്കെ, അപ്പൊ ബോയ്സ് ജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവർക്ക് കൺഗ്രാറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോൾ തിരിയും അല്ലെ, അങ്ങനെയൊക്കെ വിചാരിക്കാം, അങ്ങനെയൊക്കെ സ്വപ്നം കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ടൈം ആയിട്ടുണ്ട്, നമുക്ക് എക്സാമിനുള്ള ടൈം ആയിട്ടുണ്ട്. പാരന്റ്സിനെ വിളിച്ചിട്ട് ഓടി വാ.